നമസ്കാരം. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ലെബനനിൽ നടന്ന സ്ഫോടന പരമ്പരകളോട് ഇസ്രായേൽ ഇനിയും പ്രതികരിച്ചിട്ടില്ല എങ്കിലും എന്താണ് ഇസ്രായേലിൻ്റെ അടുത്ത ലക്ഷ്യമെന്നത് ഏതാണ്ട് ഇപ്പോൾ വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. ഇസ്രായേൽ സൈന്യത്തോട് ഇസ്രായേലിൻ്റെ വടക്കൻ അതിർത്തിയിലേക്ക് മുഴുവൻ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് പോകാൻ ഇപ്പോൾ സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു, പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് ഉൾപ്പെടെയുള്ള പ്രമുഖർ തന്നെയാണ് ഇക്കാര്യത്തിൽ സൈന്യത്തിന് അടിയന്തര നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇസ്രായേലിൻ്റെ വടക്കൻ അതിർത്തി എന്ന് പറയുമ്പോൾ ലെബനനുമായി അതിർത്തി പങ്കിടുന്ന ഭാഗം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇത് ഒരു കാര്യം ഉറപ്പാക്കുന്നു, ഹിസ്ബുള്ളയെ പൂർണ്ണമായും തകർക്കുക, അതിനായി ഒരു യുദ്ധത്തിലേക്ക് തന്നെ ഇസ്രായേൽ നീങ്ങുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൻ്റെ തയ്യാറെടുപ്പുകൾ തന്നെയാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. ഹിസ്ബുള്ളയെ സംബന്ധിച്ച് ഇസ്രായേലിനെ നിരന്തരമായി ആക്രമിക്കുക എന്നുള്ളത് ഒക്ടോബർ 7 പിറ്റേ ദിവസം മുതൽ തന്നെ അവർ പതിവാക്കിയിരുന്നു. ഹമാസും ഇസ്രായേലും തമ്മിലാണ് ആദ്യം ഏറ്റുമുട്ടൽ നടന്നത് എങ്കിലും ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് കടന്നു കയറിയതിൻ്റെ തൊട്ടടുത്ത ദിവസം മുതൽ തന്നെ ഹിസ്ബുള്ള ഹമാസിന് എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട് നിരന്തരമായി ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തുകയായിരുന്നു. ഒരു ദിവസം 100 റോക്കറ്റുകൾ വരെ പലപ്പോഴും ഇസ്രായേലിലേക്ക് അവർ അയച്ചിരുന്നു. പക്ഷേ ഇതെല്ലാം തന്നെ ഇസ്രായേലിൻ്റെ അയൺ ഡോം സംവിധാനം തകർത്തിരുന്നു. എന്നാൽ ഇത് പല ഭാഗങ്ങളിലും വീണ് തീപിടുത്തം ഉണ്ടാക്കിയത് ഇസ്രായേലിനെ വല്ലാതെ അലോസരപ്പെടുത്തിയിരുന്നു. മാത്രമല്ല, ഒരു വശത്ത് ഹമാസിനെ നേരിടുമ്പോൾ മറുവശത്ത് നിന്ന് ഹിസ്ബുള്ളയെ കൂടി നേരിടുക എന്ന അതിസാഹസ്യമായ ദൗത്യം കൂടി ഇസ്രായേലിനെ ഏറ്റെടുക്കേണ്ടി വന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായത് ഇനി അങ്ങോട്ട് ഹമാസിനെയല്ല ഹിസ്ബുള്ളയെ തന്നെയാണ് തങ്ങൾ തകർക്കാൻ പോകുന്നത് എന്ന നെതന്യാഹുവിൻ്റെ നിശ്ചയദാർഢ്യത്തിൻ്റെ മാതൃകകളാണ് കഴിഞ്ഞ ദിവസങ്ങൾ അവിടെ സംഭവിച്ചതെന്നുള്ള ഉറപ്പാണ്. ഇത് ഹിസ്ബുള്ളയ്ക്ക് നൽകിയ ഒരു മുന്നറിയിപ്പാണ്. നിങ്ങൾ എവിടെ പോയി ഒളിച്ചാലും ഞങ്ങൾ അവിടെ വന്ന് ആക്രമിക്കുമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങൾ തന്നെയാണ് കഴിഞ്ഞ ദിവസം പേജറുകളായും അതല്ലെങ്കിൽ വാക്കി ടോക്കികളായും ഒക്കെ തന്നെ പൊട്ടിത്തെറിച്ച് നിരവധി ഹിസ്ബുള്ള തീവ്രവാദികൾ കൊല്ലപ്പെടുകയും ആയിരങ്ങൾ ഇപ്പോഴും ആശുപത്രികളിൽ മതിയായ ചികിത്സ പോലും കിട്ടാതെ കഴിയുന്നതും. ഈ ഒരു സാഹചര്യത്തിൽ ഇനി അങ്ങോട്ട് ഹിസ്ബുള്ളയെ പൂർണ്ണമായി ഇല്ലാതാക്കുക എന്നുള്ളത് ലക്ഷ്യമിട്ട് തന്നെയായിരിക്കാം ഒരുപക്ഷെ ഇപ്പോൾ വടക്കൻ അതിർത്തിയിലേക്ക് സൈന്യത്തെ നീങ്ങാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് വളരെ കൃത്യമായ ആസൂത്രണത്തോടു കൂടി തന്നെയാണ് ഇസ്രായേൽ നടപ്പാക്കിയത് എന്നുള്ളത് ഉറപ്പാണ്. കാരണം ഈ 2 ദിവസങ്ങളിലെ ആക്രമണത്തിൻ്റെ ഫലമായി ഹിസ്ബുള്ള ഇപ്പോൾ ആകെ ക്ഷീണിച്ച മട്ടാണ്. അവർക്ക് തിരികെ പ്രതിരോധിക്കാനോ പകരം വീട്ടാനോ ഒന്നും തന്നെ കഴിയാൻ പറ്റാത്ത ദയനീയമായ ദുർബലമായ ഒരവസ്ഥയിൽ കഴിയുന്നു എന്ന് ഇസ്രായേലിന് നന്നായിട്ടറിയാം. ഈ തക്കം നോക്കി തന്നെ അടുത്ത അടി നടത്തുക എന്നുള്ളതായിരിക്കാം ഒരുപക്ഷെ അവർ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ വടക്കൻ മേഖലയിലേക്ക് കൂടുതൽ സൈന്യത്തെയും സർവ്വവിധ സന്നാഹങ്ങളെയും നിയോഗിക്കാൻ ഇസ്രായേൽ തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ റഫ മേഖല ഉൾപ്പെടെ ഗാസയിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ നിന്നൊക്കെ തന്നെ സൈനിക പിന്മാറ്റം നടന്നിരുന്നു. കാരണം അവിടെ ഇനി മിതമായ തോതിൽ സൈനികർ മതി എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ തീരുമാനം. കാരണം ഹമാസ് ഏതാണ്ട് പൂർണ്ണമായി ഇല്ലാതായി കഴിഞ്ഞ മട്ടാണ്. ഹമാസ് തീവ്രവാദികളിൽ ഏതാണ്ട് 50% പേർ കൊല്ലപ്പെട്ട് കഴിഞ്ഞു. 25% പേർ ഗുരുതരമായി പരിക്കേറ്റ് പ്രവർത്തിക്കാനാവാത്ത അവസ്ഥയിലാണ്. ഇനിയുള്ള 25% പേരാകട്ടെ മതിയായ തോതിൽ ഭക്ഷണം പോലും കിട്ടാതെ, ആയുധം കയ്യിലില്ലാതെ, പുറംലോകം കാണാതെ ഒളിച്ചിരിക്കുകയാണ്. ഇവർ പലരും ഒരുപക്ഷെ ഇതിനോകം കൊല്ലപ്പെട്ടിരിക്കാം എന്നും ഇസ്രായേലിനറിയാം. അതുകൊണ്ട് തന്നെ ഹമാസിൻ്റെ എല്ലാ പരിപാടികളും തീർത്ത സ്ഥിതിക്ക് ഇനി അടുത്ത് ഹിസ്ബുള്ളയെ കൂടി തീർക്കുക എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ പ്രധാന ലക്ഷ്യമെന്ന് ഇപ്പോൾ മനസ്സിലായി. ഹമാസിൻ്റെ പരമോന്നത നേതാവ് ഇസ്മായിൽ ഹനിയയെ ഇറാനിലെ തലസ്ഥാനമായ ടെഹ്റാനിലെത്തി വധിച്ചതിൻ്റെ ക്ഷീണം മാറുന്നതിന് തൊട്ട് പിന്നാലെയാണ് ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രമായ ബെയ്റൂട്ടിൽ ഇത്തരത്തിലുള്ള പേജറുകൾ അണിനിരത്തിയുള്ള അതിശക്തമായ സ്ഫോടന പരമ്പര അവിടെ ഇസ്രായേൽ നടത്തിയത്. ഹിസ്ബുള്ളയെ സംബന്ധിച്ച് ഇത് അവരുടെ പരാജയത്തിൻ്റെ തുടക്കമാണ് എന്ന് തന്നെ പറയാം. ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് കടന്നു കയറിയതിൻ്റെ 1ാം വാർഷികമാണ് അടുത്ത മാസം 7-ാം തീയതി. അതിനു മുമ്പ് തന്നെ ഈ 2 കൂട്ടരെയും പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നുള്ളത് ഇസ്രായേലിൻ്റെയും ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഒക്കെ തന്നെ അഭിമാനത്തിൻ്റെ കൂടി പ്രശ്നമാണ്. അവർക്കിനി കിട്ടാനുള്ളത് യാഹ്യ സിൻവറിനെയും അതുപോലെ ഹിസ്ബുള്ള തലവനായ ഹസൻ നസ്രുള്ളയെയും ഇതുപോലെ പിടികൂടുക എന്നുള്ളതാണ്. അതിനുള്ള സർവ്വസന്നാഹങ്ങൾ ഒരുക്കി തന്നെയാണ് ഇപ്പോൾ വടക്കൻ അതിർത്തിയിലേക്ക് ഇസ്രായേൽ സൈന്യം മാർച്ച് ചെയ്യുന്നത്. ഹിസ്ബുള്ളയെ സംബന്ധിച്ച് അവർക്ക് ഒരു കാരണവശാലും ഇത്തവണ എതിരിടാൻ കഴിയില്ല എന്നറിയാം. ലെബനൻ അവിടെ വേറെ സർക്കാർ സംവിധാനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും കാര്യങ്ങൾ തീരുമാനിക്കുന്നതും ഭരിക്കുന്നതുമൊക്കെ ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രുള്ളയും തന്നെയാണെന്ന് എല്ലാവർക്കും അറിയാം. അവരുടെ തലക്കടിച്ച് തന്നെ വീഴ്ത്തുക എന്നുള്ള വളരെ കൃത്യമായ ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ അങ്ങോട്ട് നീങ്ങിയിരിക്കുന്നത്. അതിനിടെ ഇന്ന് മറ്റൊരു സംഭവം കൂടി ഉണ്ടായത്, ഐക്യരാഷ്ട്രസഭയിൽ ഇസ്രായേലിനെ പാലസ്തീനിൽ നിന്ന് പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടുള്ളൊരു പ്രമേയം വന്നിരുന്നു. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഈ പ്രമേയത്തിൽ നിന്ന് ആ വോട്ടെടുപ്പിൽ നിന്നൊക്കെ തന്നെ വിട്ടുനിൽക്കുകയായിരുന്നു എന്നുള്ളതാണ്. ഏതായാലും ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ രാജ്യം, അവർ ജനങ്ങളെയും തകർക്കാനെത്തിയ തീവ്രവാദ സംഘടനകളെ പൂർണ്ണമായി ഇല്ലാതാക്കുക എന്ന അവരുടെ ദൗത്യത്തിന് ലോകത്തെ പ്രധാന രാഷ്ട്രങ്ങളൊക്കെ തന്നെ പ്രത്യക്ഷമായും പരോക്ഷമായും പിന്തുണ നൽകുന്നതിൻ്റെ മികച്ച ഉദാഹരണമായി മാറുകയാണ് ഐക്യരാഷ്ട്രസഭയിൽ ഇന്ന് നടന്ന ഈ ഒരു വോട്ടെടുപ്പ്. എന്താണെങ്കിലും
ഹിസ്ബുള്ളയുടെയും അന്ത്യം അടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഹമാസിൻ്റെ കാര്യത്തിൽ തീരുമാനമായതുപോലെ തന്നെ ഹിസ്ബുള്ളയെയും ദിവസങ്ങൾക്കുള്ളിൽ ഇല്ലാതാക്കാൻ, ഉന്മൂലനം ചെയ്യാൻ തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ളത്.